യേശുക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആൻഡ്രൂ സിമേതി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് സെമ്പാളൂർ ഇടവക അംഗമാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം നവംബർ 8-ാം തീയതിയാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ US ഒരു ഹോട്ടലിൽ ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് കീമ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോന്നു. 3 മാസം കഴിഞ്ഞ് അമ്മ മരിച്ചു. പിന്നെ ഞാൻ തിരിച്ച് പോകണ്ടെന്ന് വെച്ചു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഒരു പൈസ എല്ലാം എടുത്ത് ഞാൻ സാമാന്യം തരക്കേടില്ലാത്തൊരു വീട് പണിതു. പിന്നെ ഒരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് അത്യാവശ്യം തരക്കേടില്ലാണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ എനിക്ക് വരവിൽ കൂടുതൽ ചിലവായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബന്ധിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഏകദേശം ഒരു 2 വർഷമായി കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പൈസ എല്ലാം ഏകദേശം തീരാറായി. അങ്ങനെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതിയാകാതെ വന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി വേറൊരു ബിസിനസ് കൂടി ആരംഭിക്കാം. അങ്ങനെ ഞാൻ കയ്യിലുണ്ടായ കുറച്ച് പൈസയും കൂടി എടുത്ത് വേറൊരു ബിസിനസ് കൂടി ആരംഭിച്ചു. പക്ഷേ ആ ബിസിനസ് നഷ്ടത്തിലായി. അങ്ങനെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായി, കടം കയറി. ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് പേടിക്കേണ്ട, നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാം. പക്ഷേ ഞാനൊരു വിശ്വാസിയായിരുന്നു. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഞാൻ മദ്യപാനിയാണ്. പിന്നെ എനിക്കിങ്ങനെ ഉടമ്പടിയിലെ നിബന്ധനകൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് വലിയ വിശ്വാസം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് 8 വയസ്സായി. ഞാൻ നാട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷേ ഭാര്യയ്ക്ക് 8 മാസം കഴിഞ്ഞിട്ടും ഭാര്യയ്ക്ക് വിശേഷമൊന്നും ആയില്ല. അങ്ങനെ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഒരു ഡോക്ടറെ കാണാം, ഇനി വൈകിക്കേണ്ട. അപ്പോൾ ഭാര്യ പറഞ്ഞു, ആ സമയം 2022 ഇവിടെ കൃപാസനത്തിൽ മാതാവിൻ്റെ ജപമാല റാലി നടക്കുന്ന സമയമായിരുന്നു. ഒരു ആഴ്ച കഴിഞ്ഞ് ജപമാല റാലി ഇവിടെ നടക്കും. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഡോക്ടറെ കാണാൻ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കൃപാസനത്തിൽ വന്നിട്ട് ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതിച്ചു. അങ്ങനെ 2022 ഞാൻ എൻ്റെ ഭാര്യയും ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ നൽകണമെന്നും അടുത്ത തവണ ഈ ജപമാല റാലിയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ഈ കുഞ്ഞുമായിട്ട് വന്ന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്നും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ റാലിയിൽ പങ്കെടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് ഒരു 10 ദിവസത്തിന് ശേഷം ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു. അങ്ങനെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതാണ്. അപ്പോൾ ഭാര്യയ്ക്ക് അതുകൊണ്ട് ഭയങ്കര വിശ്വാസമായിരുന്നു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു. അങ്ങനെ ഞാൻ മനസ്സോടെ കഴിഞ്ഞ നവംബർ 8-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം അത്യാവശ്യം ഞാൻ പാലിച്ചു. പക്ഷേ ആദ്യത്തെ 3 മാസം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയം ആയിട്ടും എൻ്റെ നിയോഗങ്ങളൊന്നും സാധിച്ചില്ല. അതായത് എൻ്റെ ആദ്യത്തെ നിയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കടബാധകളും വിടുന്നതിനും എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നാട്ടിൽ ഒരു വരുമാന മാർഗം, അല്ലെങ്കിൽ എൻ്റെ പഴയ ജോലിയിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കണം. അപ്പോൾ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, നീ ഏകദേശം 2 വർഷത്തിന് മേലെ ഇവിടെ ഓവർ സ്റ്റേ ആയി, അതുകൊണ്ട് നിനക്ക് ഇനി ജോലിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അപ്പോൾ ആകെ നിരാശയായി. എങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയിൽ. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി ഈ ഫെബ്രുവരി 18-ാം തീയതി ഞാൻ പുതുക്കി. അപ്പോൾ പുതുക്കുന്നതിന് മുമ്പ്
ഞാൻ ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം ഇങ്ങനെ മുടങ്ങാട് കാണുമായിരുന്നു. അപ്പോൾ ആ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ നിയോഗത്തെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടാതെ ദൈവത്തിലേക്ക് കൂടുതൽ എങ്ങനെ അടുക്കണമെന്നും ദൈവസ്നേഹത്തിൽ എങ്ങനെ നിറയാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവസ്നേഹത്താൽ എന്നെ എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോടും ദൈവത്തോടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വിസ വാലിഡിറ്റി ഉണ്ട്, പക്ഷേ എനിക്ക് US തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ പാസ്പോർട്ട് വാങ്ങി മാതാവിനെയും ക്രൂശിൻ്റെ രൂപത്തിലേയും മുട്ടിച്ച് എൻ്റെ കയ്യിലൊരു കാശ് രൂപം വെഞ്ചരിച്ച് തന്നു. അങ്ങനെ ഞാൻ അതുകൊണ്ട് വീട്ടിൽ പോയി ഞാൻ എൻ്റെ ഭാര്യയും കാശ് രൂപം എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് US നിന്ന് ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലിൽ നിന്ന് എൻ്റെ ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഈ പഴയ ജോലിയിൽ ഇവിടെ വന്ന് ഈ സ്ഥാപനത്തിൽ പഴയ ജോലിയിൽ തുടരാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനത് ഞെട്ടിപ്പോയി. ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു ജോലിയാണ് എനിക്ക് ദൈവം തിരിച്ചു തരുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മുംബൈയിലൊരു ഏജൻസി ഉണ്ട്, അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുക, നിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ അടുത്ത ആഴ്ച ഈ വരുന്ന 20-ാം തീയതി ഞാൻ US തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് തിരിച്ചു പോവുകയാണ്. ഇത് എൻ്റെ കഴിവൊന്നുമല്ല, പരിശുദ്ധ അമ്മയും യേശു ക്രിസ്തു പരിശുദ്ധ അമ്മ വഴി യേശു ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു എന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. വ്യക്തിപരമായിട്ട് ഞാൻ മദ്യപിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി. പിന്നെ മാസത്തിൽ 3 കെട്ട് ഉടമ്പടി പത്രം ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. അത് ആവശ്യക്കാർക്ക് മാത്രമാണ് ഞാൻ തിരഞ്ഞു കൊടുക്കാറ്. ഹോസ്പിറ്റലിൽ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ആരെയും ഏൽപ്പിക്കാറില്ല. നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, അല്ലാത്തിരുന്നാൽ ഞാൻ തിരിച്ചു വാങ്ങി ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ചാരിറ്റി ഹോമുണ്ട്, സിയോൻ ചാരിറ്റി ഹോം. അവിടെ ബുദ്ധിവൈകല്യമുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഏകദേശം ഒരു 20 അംഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും ഒരു നേരം അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും. പിന്നെ രോഗികളായിട്ട് എന്നെ സമീപിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്നത് പൈസയായിട്ട് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഒരു ചെറിയ വീട്ടിൽ, ഒരു 3.25 സെൻറ്റ് സ്ഥലവും പിന്നെ അതിനുള്ള ചെറിയ വീടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ 3.25 സെൻറ്റ് സ്ഥലവും വീടും എൻ്റെ ഇടവകയിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഞാൻ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. പിന്നെ ഉടമ്പടി തൈലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എൻ്റെ വീട്ടിലെല്ലാവരും നെറ്റിയിൽ ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അപ്പോൾ അതുമൂലം ഞങ്ങൾക്ക് മുന്നേ എൻ്റെ കുട്ടിക്കോ എൻ്റെ മൂത്ത കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിക്ക് എനിക്ക് ആർക്കെങ്കിലുമൊക്കെ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും വലിയ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ട്. ഇപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകിയത് ഈ കൃപാസനത്തിൽ വന്നതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും യേശു ക്രിസ്തുവിനും 1000 നന്ദി. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ഉടമ്പടി വഴിയാണ് ദൈവം നടത്തുക. മോസസ് പറയുന്നുണ്ട്, പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഓരോ തിരുവചനങ്ങളും അന്വർത്ഥമാകുന്നതാണ്. അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ ജോലി അത് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു. എങ്ങനെയാണ് ഉടമ്പടി എടുത്ത് വീണ്ടും ഉടമ്പടി പുതുക്കി തനിക്ക് തന്നെ മാറ്റങ്ങളൊക്കെ, തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ മകന് ഒരിക്കലും ലഭിക്കില്ല എന്നുണ്ടായിരുന്ന ജോലി ലഭിക്കുന്നതും, അതുപോലെ ജപമാല റാലിയിൽ കൂടി തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ, എല്ലാറ്റിലും ഉപരിയായിട്ട് ഓരോ വ്യക്തികളും അവർ
ഉടമ്പടി വഴി അവർ ക്രിസ്തുവിലേക്ക് അടുക്കുകയും ക്രിസ്തു സ്നേഹത്തിൽ വളർന്ന് പിന്നീട് ഉടമ്പടി ധ്യാനങ്ങളിലൂടെയൊക്കെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് തരുന്ന ബോധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ശിരസ വഹിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ഈ മകൻ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലവും ഒരു ചെറിയ പുരയിടവും അത് തനിക്ക് മറ്റൊരു അഭയം കിട്ടിയപ്പോൾ ഈ മകൻ അത് വിൽക്കുകയാണ്, അത് മറ്റൊരാൾക്ക് ദാനമായിട്ട് കൊടുക്കുകയാണ്. തനിക്ക് ഒത്തിരി ഉണ്ടായിട്ടല്ല, എന്നാൽ നമുക്ക് മറ്റൊന്ന് കിട്ടുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക, അതൊക്കെ ക്രിസ്തീയമായ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതാണ്, സഭ നമ്മോട് പറയുന്നതാണ്. എന്നാൽ അതിനൊക്കെ നാം എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ഇന്നും നമുക്ക് വേണം, നമ്മുടെ കാര്യം നടക്കണം. ആ ഒരു ചിന്തയിൽ നിന്ന് ഉടമ്പടി എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും പരോപകാരികളാക്കി മാറ്റുക. ഇവിടെ കാരുണ്യ പ്രവൃത്തികളൊക്കെ പറയുന്നത് അത് നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരറിയട്ടെ എന്ന് പറഞ്ഞ് അത് പ്രഘോഷിക്കപ്പെടാനല്ല, അതുവഴി മറ്റുള്ളവർക്ക് കൂടി ബോധ്യം ജനിക്കുവാനാണ്. നമ്മുടെ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് എന്നൊക്കെ നാം കേട്ട് പറയാറുണ്ട്. എന്നാൽ ഇവിടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ പറയുമ്പോൾ അത് ആ വ്യക്തികളിൽ വരുന്ന മാറ്റം എന്തുമാത്രം അവർക്ക് ഉടമ്പടിയിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ബോധ്യങ്ങളുള്ളവായി മാറ്റം വരുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതിനാണ്. അതുമൂലം നമുക്കും പ്രചോദനം ലഭിക്കും. അങ്ങനെ തനിക്ക് കിട്ടിയ നന്മകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.